ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്തെ വെറ്റിനറി പോളിക്ലിനിക്കിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ABC പദ്ധതിക്കായി പിടിച്ചുകൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതായാണ് ആരോപണം. മുസ്ലിം ലീഗ് കൗൺസിലർമാരാണ് ആദ്യഘട്ടത്തിൽ വിമർശനവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസവും ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ കടിച്ചെന്നും പേവിഷബാധ സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാനുള്ള നടപടി നഗരസഭ വൈകിപ്പിക്കുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീടുകൾക്ക് അകത്തുവരെ തെരുവുനായ്ക്കൾ കയറുന്ന സാഹചര്യമുണ്ട്. കുട്ടികളെ പുറത്തുവിടാൻ വരെ ഭയമാണെന്നും ലീഗ് കൗൺസിലർമാർ ആരോപിച്ചു. ഇതിന് പിന്നാലെ BJP, സ്വതന്ത്ര മുന്നണി, CPM കൗൺസിലർമാരും ഇതേ ആരോപണവുമായി രംഗത്തെത്തി. വരോട്, കണ്ണിയമ്പുറം, RS റോഡ്, പാലപ്പുറം ദേശങ്ങളിലും തെരുവുനായ ശല്യമുണ്ടെന്ന് അംഗങ്ങൾ ആരോപിച്ചു. വെറ്റിനറി ഡോക്ടറെ ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം. ഒറ്റപ്പാലം, പട്ടാമ്പി താലൂക്കുകൾക്ക് ഒറ്റ ABC കേന്ദ്രമാണുള്ളത്. ഒറ്റപ്പാലത്തെ വെറ്റിനറി ആശുപത്രിയിലാണ് ഈ കേന്ദ്രം. പട്ടാമ്പി താലൂക്കിലെ പലയിടങ്ങളിൽ നിന്നുള്ള തെരുവ് നായ്ക്കളെ ഉൾപ്പെടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച സ്ഥലത്ത് തിരിച്ചുവിടാതെ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വിടുന്നുവെന്നാണ് ആരോപണം. ഒരു തവണ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ച ആരോപണമാണിത്. പട്ടാമ്പിക്ക് പ്രത്യേക ABC കേന്ദ്രമെന്ന പദ്ധതി ഇപ്പോഴും നടപ്പായിട്ടില്ല. പേവിഷബാധയുടെ ആശങ്ക പരിഹരിക്കാൻ ഒരാഴ്ചയ്ക്കകം നഗരസഭയിലെ എല്ലാ തെരുവ് നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ K. ജാനകി ദേവി പറഞ്ഞു. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.